അപ്പോൾ CPM വലിയൊരു പ്രതിസന്ധിയുടെ കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതും താഴെ തട്ട് മുതൽ വിരൽ ചൂണ്ടുന്നത് പിണറായിയിലേക്കാണ്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? പിണറായി യുഗം പാർട്ടിയിൽ പൂർണ്ണമായി അസ്തമിക്കാൻ പോകുന്നു എന്നല്ലേ? അത്തരത്തിലാണ് എന്നോടൊരു വലിയ സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ള ഒരു നേതാവ് തന്നെ പറഞ്ഞത്. ഈ രീതിയിൽ പോയാൽ പാർട്ടി പിളരാൻ സാധ്യതയുണ്ട്. അതിന് മുമ്പായിട്ട് പാർട്ടിയെ രക്ഷിക്കണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. പിണറായി വിജയൻ ധർമ്മടത്ത് നിന്ന് രാജിവെച്ചിട്ട് അവിടെ ശൈലജ ടീച്ചറെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് നിയമസഭയിൽ കൊണ്ടുവന്ന് പ്രതിപക്ഷ നേതാവാക്കണം. പാർട്ടിക്ക് ഒരു നിലനിൽപ്പ് വേണമെങ്കിൽ ഇപ്പോൾ അതേ മാർഗമുള്ളൂ എന്നാണ് അവരെല്ലാം കരുതുന്നതെന്നാണ് പറയുന്നത്. ഏതാണ്ട് കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള എല്ലാ ബ്രാഞ്ച് ലോക്കൽ ഏരിയ കമ്മിറ്റികളുടെയും ചർച്ചാ വിഷയങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഓരോ സ്ഥലത്തും ഏരിയ കമ്മിറ്റി ചർച്ചകളിലൊക്കെ വലിയ വിമർശനമാണ് വരുന്നത്. നേമത്ത് ഏരിയ കമ്മിറ്റി ചർച്ച വന്നപ്പോൾ ഭയങ്കരമായ വിമർശനം. പാർട്ടി അണികളുടെ വോട്ട് വരെ കാശ് വാങ്ങി വിറ്റു, അങ്ങനെ ശിവൻകുട്ടിയെ തോൽപ്പിച്ചു എന്ന് പറയുന്ന അവസ്ഥ. അതിൻ്റെ വഴി ഗോവിന്ദ മാസ്റ്റർക്ക് വരെ വരുന്ന വിധത്തിൽ സംസാരം. ഇതൊക്കെ വലിയ ചർച്ചയാകുകയാണ്. പിണറായിയെ മാൻഡ്രക്ക് എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ഗോവിന്ദ മാസ്റ്റർ പത്രപ്രസ്താവനകളിലും പത്രസമ്മേളനത്തിലും പട്ടിയെ പോലെ കടിച്ചു കീറിക്കൊണ്ട് നിൽക്കുന്നു. ഇതൊന്നും പാർട്ടിക്ക് ഭൂഷണമല്ല, ഇവരൊന്നും ശരിയല്ല എന്ന് പറയുന്നു. പറയുന്നത് ആരാണ്? ഈ പിണറായി വിജയനും ഗോവിന്ദ മാഷും വളരെ വിശ്വസ്തയോടെ തൻ്റെ ായിട്ട് കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് തെരഞ്ഞെടുത്ത ബ്രാഞ്ചുകാരൊക്കെ തന്നെയാണ്. ഏറെക്കാലം സ്തുതി പാടിയോ. ഒരു വർഷത്തിനകം അവരുടെ എല്ലാം ശബ്ദം മാറിയിരിക്കുന്നു, അവരെല്ലാം തിരിഞ്ഞു കുത്തിയിരിക്കുന്നു. ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ്. അതായത് സ്തുതി പാഠകരെയും കാല് നക്കുന്നവരെയും അവസരവാദികളെയും തൻ്റെ കീഴിൽ കൊണ്ടുവന്ന് നിർത്താമെന്ന് വിചാരിച്ചാൽ ഈ അവസരവാദവും സ്തുതി പാടുന്നതിനുള്ള പീഠവും ഒക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവരത് മറക്കും, തിരിഞ്ഞു കൊത്തും എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. പിണറായി വിജയൻ സിന്ദാബ എന്ന് മാത്രമല്ലാതെ വിളിക്കാൻ പഠിച്ചവരാണിപ്പോൾ. പിണറായി മാൻഡ്രക്കാണ്, കാരണഭൂതനാണ്, പരാജയത്തിൻ്റെ കാരണഭൂതൻ ഇദ്ദേഹമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കലി തുള്ളി നിൽക്കുകയാണ്. പല സ്ഥലങ്ങളിലും സൊല്യൂഷനായിട്ട് പറയുന്നത് ഇതാണ്. ധർമ്മടത്ത് നിന്ന് ശൈലജ ടീച്ചർ വന്ന് നിയമസഭയിൽ കയറി ഈ പാർട്ടിയെ രക്ഷിക്കണം. ഇല്ലെങ്കിൽ ഈ പാർട്ടി 2-3 വിധത്തിൽ ശിഥിലമാകുമെന്നാണ് അവർ പറയുന്നത്. ഒന്നുകിൽ കുറേ പേരൊക്കെ മറ്റു പാർട്ടികളിലേക്ക് പോകാം, ചിലർ UDF പോകാം, ചിലർ BJP പോകാം. അങ്ങനെ പിന്നെ കുറെ പേർ സ്വന്തം പാർട്ടി പോലെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പൊ അതിന് വിമതന്മാരുടെ ഒരു നിരയുണ്ട്. അപ്പോ പയ്യന്നൂരത്തെ കമ്മിറ്റിയിൽ വലിയ വിമർശനം അതാണ്. ഇങ്ങനെ പോയാൽ ആർക്കും എന്തും ചെയ്യാവുന്നില്ലേ എന്നാണ്. അതായത് പാർട്ടിയെ ധിക്കരിച്ചാൽ സാധാരണഗതിയിൽ പിന്നെ അവൻ്റെ കഥ കഴിഞ്ഞതാണ്. ഇത് പയ്യന്നൂര് ആരും ജയിക്കില്ല എന്ന് പ്രതീക്ഷിച്ച സ്ഥാനാർത്ഥി കുഞ്ഞിക്കണ്ണൻ എങ്ങനെ ജയിച്ചു? അപ്പോൾ പാർട്ടിയിലെ ഭാരവാഹിത്വം വഹിക്കുന്നവർ വരെ കുഞ്ഞിക്കണ്ണന് വോട്ട് ചെയ്യാൻ രഹസ്യമായി അണികളോട് പറഞ്ഞു എന്നുള്ളതാണ്. അത് നേതൃത്വത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ സമാന്തരമായ ഒരു വർക്ക് പാർട്ടിക്കകത്ത് നടന്നിരിക്കുന്നു. അതാണ് പാർട്ടിയെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. TK ഗോവിന്ദൻ ചിലപ്പോൾ ജയിച്ചേക്കാം, എന്നാലും സാധ്യതയില്ല, ചിലപ്പോൾ ജയിച്ചേക്കാം എന്നാണ് പാർട്ടിയുടെ ഒരു നിഗമനം ഉണ്ടായിരുന്നത്. കുഞ്ഞിക്കണ്ണൻ ഒരു കാരണവശാലും ജയിക്കില്ല എന്ന് വിചാരിച്ചതാണ്. ചിലപ്പോൾ ആകെ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചത് സുധാകരൻ മാത്രമാണ്. അവിടെ UDF പിന്തുണയുണ്ട്, പിന്നെ അദ്ദേഹത്തിന് ബേസ് അത് ഉറപ്പില്ല. എന്നാലും ബേസ് അവിടെ സുധാകരന് വ്യക്തമായി ഉണ്ട് എന്നുള്ളത് പാർട്ടിക്ക് അറിയാമായിരുന്നു. എന്നാലും ഒരാളെ ജയിക്കുള്ളൂ, അത് UDF കെയർ ഓഫ് ജയിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങ് തള്ളാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ TK ഗോവിന്ദനും അത് കഴിഞ്ഞ് കുഞ്ഞിക്കണ്ണനും കൂടെ ജയിച്ചപ്പോൾ അത് വലിയ ഒരു പാഠമായി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് ഇനിയിപ്പം അവിടുത്തെ കമ്മിറ്റിയും മറ്റ് ജില്ലാ കമ്മിറ്റികളും പറയുന്നതാണ്, ഇതിനിയും മറ്റു പലർക്കും തുടരാമല്ലോ. പാർട്ടിയെ നിഷേധിച്ചുകൊണ്ട് എതിർത്ത് സ്ഥാനാർത്ഥിയാവുകയോ അല്ലെങ്കിൽ വേറെ പാർട്ടി രൂപീകരിക്കുകയോ വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കുകയോ എന്തുവേണോ ചെയ്യാവുന്നുള്ള വിധത്തിലേക്ക് പാർട്ടി വന്നിരിക്കുന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് ഇതിനെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു മാർഗം കണ്ടെത്തണം. അതല്ലെങ്കിൽ പാർട്ടി നാനാവിധത്തിലായി പോകും എന്നുള്ളതാണ് കണക്കൂട്ടൽ. ഇതിനിടയ്ക്കാണ് അപ്പുറത്തെ UDF ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായി രൂപീകരിക്കുന്നതിൻ്റെ ചിന്തകളുമായിട്ട് KK രമയും സുധാകരനും ഒക്കെ അതിനകത്ത്
വന്നേക്കാമെന്ന് ഒരു സ്തുതി കേൾക്കുന്നു. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ അങ്ങനെ CPM നിന്ന് വന്നവർ 4 MLA-മാരാണ് ഉള്ളത്. ആദ്യം KK രമ, G സുധാകരൻ, പിന്നെ തളിപ്പറമ്പിൽ നിന്ന് TK ഗോവിന്ദൻ, പയ്യന്നൂരിൽ നിന്ന് കുഞ്ഞിക്കണ്ണൻ. 4 പേരാണ്. 4 പേര്. ഒരാളെ കൂടെ കൂട്ടാം, CP ജോൺ. അതെ, ഒരു ഇടതുപക്ഷ സ്വഭാവത്തിലുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പാർട്ടി സ്ട്രക്ചർ എല്ലായിടത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം CP ജോണിനെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു ബൗദ്ധിക തലമായി വേണമെങ്കിൽ അത് അഖിലേന്ത്യാ തലത്തിൽ വരെ പോകാനുള്ള ഒരു സംവിധാനം CP ജോണിനുണ്ട്. CMB ഉണ്ടാക്കിയപ്പം രാഘവൻ അങ്ങനെ ചില ചെറിയ ചെറിയ ചാനലുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെയൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാൻ CP ജോണിന് ഏത് തലത്തിൽ പോയി സംസാരിക്കാനും അറിയാം. അപ്പോൾ അതും ഒരു ഘടകമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാരണവും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ CPM-നകത്ത് ഇത്തരത്തിലുള്ള ഒരു ചിന്ത വരുത്താൻ. അപ്പോൾ അപകടം 2 സ്ഥലത്തിൽ പതിയിരിക്കുകയാണ്. ഒന്ന്, UDF-ൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നാൽ അതിലേക്ക് ചാടാൻ ആളെ കിട്ടുമോ എന്നുള്ളത് ഒരു കാരണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ 2ഓ 3ഓ ആവാൻ കേരളത്തിൽ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ UDF-ൻ്റെ ഉള്ളിൽ ഒരു ശക്തമായ ലീഡർഷിപ്പ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു ലീഡർഷിപ്പ്. അത് വന്നേക്കാം. ഇപ്പം ഇതിന് പുറമെ RSPയും തയ്യാറാണെന്നാണ് പറയുന്നത്. ഇവർക്ക് സമാന്തര ഇടത് സ്വഭാവമുള്ളവരാണ്. അപ്പൊ പ്രേമേന്ദ്രനെ കൂടെ, അപ്പൊ ഒരു MP കൂടെ അവർക്ക് കിട്ടും. പാർലമെന്റിൽ ഒരു ശബ്ദം ഉണ്ട്. പ്രേമേന്ദ്രൻ എന്തായാലും പിണറായിക്ക് എതിരെ നിൽക്കുന്ന ഒരാൾ കൂടി, എതിരെ നിൽക്കുന്ന ആളാണ്. കോൺഗ്രസിൽ UDF-ന്റെ സൈഡിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ്. അപ്പൊ പ്രേമേന്ദ്രനെ നാഷണൽ ലെവലിൽ കൊണ്ടുപോകാം, CP ജോണിനെ നാഷണൽ ലെവലിൽ കൊണ്ടുവന്ന് പല കാര്യങ്ങളിലും പങ്കെടുപ്പിക്കാം. ഇവിടുത്തെ ഒരു മന്ത്രിയുമാണ്. പിന്നെ അത് നഷ്ടപ്പെടുകയില്ല. പിന്നെ 14 ജില്ലയിലും ഏതാണ്ട് നെറ്റ്വർക്ക് CMB-ക്കുണ്ട്. അതുപോലെ RMB-ക്കും കോഴിക്കോടും മറ്റു പലയിടത്തും നെറ്റ്വർക്ക് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു പാർട്ടി സ്ട്രക്ചർ ഇപ്പം തന്നെ നിപ്പുണ്ട്. അതിലൊരു മേമ്പൊടിയായിട്ട് ബാക്കിയുള്ളവർ വന്ന് ചേർന്നാൽ മതി. പല സ്ഥലത്തും പാർട്ടി കമ്മിറ്റികളും ഒക്കെ ആയിട്ട്. അപ്പോൾ അതിനെ കൂടുതൽ പേരെ ഉൾക്കൊണ്ടുകൊണ്ട് അതൊരു വിപുലമായ പാർട്ടി 14 ജില്ലകളിലും 140 മണ്ഡലത്തിലുമുള്ള ഒരു പ്രസ്ഥാനമാക്കി അവർക്ക് മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. അങ്ങനെയാണെങ്കിൽ CPM-ൽ നിന്ന് ചാടിപ്പോകുന്നവർക്ക്, വേറൊരു BJP-യിൽ പോകാൻ വിമുഖതയുള്ളവർക്ക് ഇതിലൊരു താവളവും ആയി എന്നുള്ളതാണ്. അങ്ങനെ ഇതൊരു പിളർപ്പിന്റെ സ്വഭാവത്തിലായിരിക്കും ഇങ്ങോട്ടേക്ക്. അതാണ് ഒരു നേതാവ് എന്നോട് പറഞ്ഞത്. ഒരു അടിയന്തരമായിട്ട് നേതൃത്വ മാറ്റം ഉണ്ടായി ശൈലജ ടീച്ചറെ പ്രതിപക്ഷ നേതാവാക്കിയില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലായിരിക്കും പാർട്ടി. അത് പലരും തുറന്നു പറഞ്ഞു കഴിഞ്ഞു. പിണറായി വിജയനെ ഒരു തരത്തിൽ ഉൾക്കൊള്ളുന്നില്ല. ആ പ്രശ്നമാണ് അവിടെ നിൽക്കുന്നത്. പാറശാലയിലെ മെഗാ തിരുവാതിരയ്ക്ക് പാട്ടെഴുതിയ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അജയ്കുമാർ അയാളും തിരുത്തി പറഞ്ഞിരിക്കുന്നത്. അതെ. അപ്പൊ ഇവരുടെയൊക്കെ തിരുവാതിരകളി നോക്കിക്കോണേ. പിണറായി വിജയൻ ഇപ്പൊ തിരിച്ചു വന്നിരുന്നെങ്കിൽ ഇവരെല്ലാം ഒരു തിരുവാതിരയും കൂടെ എഴുതി. 3ാം വട്ടം അധികാരത്തിൽ വരുമായിരുന്നു. ഇവരെല്ലാം ഓച്ചാനിച്ച് നിൽക്കുമായിരുന്നു. എല്ലാം ഓച്ചാനിച്ച് നിൽക്കുകയും കാരണഭൂതൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു പാട്ട് എഴുതിയത്. ഇപ്പം അതിനുള്ള സൗകര്യം പോയി എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, അവസരവാദികളെ കൂട്ടുന്നത് ആരായാലും. ഇത് കേരളത്തിൽ നല്ല, ഇന്ത്യയിൽ നല്ല, ലോകത്ത് മുഴുവൻ പഠിക്കേണ്ട ഒരു പാഠമാണ്. ലോകത്തെ മുഴുവൻ പൊളിറ്റീഷ്യൻ പഠിക്കേണ്ട പാഠമാണ്. ആരവസരവാദികളെ കൂട്ടി തന്നോടൊപ്പം നിർത്തുന്നോ അവൻ്റെ കഥ കഴിയും. അതാണ് VD സതീശൻ്റെ ഒരു പ്രത്യേകത. അദ്ദേഹം അങ്ങനെ ഒരു ആശ്രിത മത്സര ടീമിനെ കൂടെ നിർത്താറേയില്ലെന്നുള്ളതാണ്. തൻ്റെ പിൻഗാമിയെന്നോ അല്ലെങ്കിൽ തൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു ടീമിനെ അദ്ദേഹം ഉണ്ടാക്കാറില്ല. അദ്ദേഹം അപ്പോഴപ്പോഴും കാണുന്ന രീതിയിൽ എങ്ങനെയാണോ സംഘടന മുന്നോട്ട് പോകേണ്ടത്, പാർട്ടി മുന്നോട്ട് പോകേണ്ടത്, പ്രശ്നങ്ങൾ വരുമ്പോൾ അത് സോൾവ് ചെയ്യേണ്ടത്, ആ രീതിയിൽ പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യം നിശ്ചയമാണ്, കേരളത്തിൽ ഇന്ന് വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഉണ്ടായിട്ടില്ലാത്ത ഒരു വലിയ ഗതികേടിലേക്ക് പല തവണ പിളർപ്പുണ്ടായി. CPI CPM പിളർപ്പുണ്ടായി, അപ്പോഴും വലിയ പ്രശ്നങ്ങളില്ലാതെ പോയി. അത് കഴിഞ്ഞ് CMB ഉണ്ടായി, പിന്നെ രാഘവൻ്റെ നേതൃത്വത്തിൽ. ഗൗരിയമ്മ പോയി. ഇതൊന്നും പാർട്ടിക്ക് പ്രശ്നമായില്ല. പക്ഷേ ഇന്ന് പാർട്ടി സ്വയം പ്രശ്നത്തിലേക്ക് വന്നു. ഈ ചില ഒരു മഹാരോഗമുണ്ട്, ഈ സ്വന്തം കോശങ്ങളെ അവ തന്നെ തിന്നുന്നത്. അത് പ്രതിരോധത്തിനാണെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ തന്നെ കോശങ്ങൾ തിന്നുന്നു. അത് നമുക്ക് നമ്മുടെ പ്രതിരോധ ശക്തി നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ബോഡി സ്വയം ചെയ്യുന്ന ഒരു പ്രക്രിയയാണെന്നാണ് പറയുന്നത്. അതുപോലെ പാർട്ടിക്കകത്ത് ഉണ്ടായിരിക്കുന്നു. ഇത് പാർട്ടിയെ ഒന്നുകിൽ രക്ഷിക്കും അല്ലെങ്കിൽ നശിപ്പിക്കും എന്നാണ് പാർട്ടിയിലുള്ളവർ പറയുന്നത്. രക്ഷിക്കണമെങ്കിൽ ഇതേ മാർഗമുള്ളൂ, പുതിയ നേതൃത്വം ഉണ്ടാവുക.